ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ ഗ്രാമീണ ജനതയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. വികസനവും അതിജീവനവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ കഥയാണ് ഈ പ്രതിഷേധത്തിന് പറയാനുള്ളത്. ഹിമാലയൻ മലനിരകൾക്ക് നടുവിൽ ജാതീയ ദേവി എന്ന സ്ഥലത്ത് ഒരു അത്യാധുനിക ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് എതിരെയാണ് അവിടെയുള്ള ഗ്രാമീണ ജനത തെരുവിലിറങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ പദ്ധതിയെന്നും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ എതിർക്കുന്നതെന്നും വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹിമാചൽ പ്രദേശ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി 2014 വിഭാവനം ചെയ്ത ഒരു ബൃഹത് പദ്ധതിയാണ് ജാതീയ ദേവി സാറ്റലൈറ്റ് ടൗൺഷിപ്പ്. ഷിംല നഗരത്തിലെ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഗതാഗത കുരുക്കിന് പരിഹാരമെന്ന നിലയിലുമാണ് സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഷിംല നഗരത്തിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ മാറി ജുബ്ബാർഹട്ടി എയർപോർട്ടിന് സമീപമാണ് ഈ സാറ്റലൈറ്റ് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഏകദേശം 1374 കോടി രൂപ ചെലവഴിച്ചുള്ള ഈ പദ്ധതിയിലൂടെ ഷിംലയിലെ തിരക്ക് കുറക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഏകദേശം 250 ഹെക്ടർ ഭൂമിയാണ് ഈ ടൗൺഷിപ്പിന് ആവശ്യമായി വരുന്നത്. വീടുകൾ, സർക്കാർ ഓഫീസുകൾ, IT പാർക്കുകൾ, ഹെലിപാഡ്, അത്യാധുനിക ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. 2014 വിഭാവനം ചെയ്ത ഈ പദ്ധതി സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം വർഷങ്ങളോളം മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ സർക്കാർ വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങിയതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ഈ സ്മാർട്ട് മുഖത്തിനപ്പുറം അവിടെ വലിയൊരു കുടിയിറക്കലിന്റെ യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ പദ്ധതിയേക്കാൾ വേഗത്തിൽ അവിടെ വളരുന്നത് പ്രദേശവാസികളുടെ പ്രതിഷേധമാണ്. പ്രദേശത്തെ 9ഓളം ഗ്രാമങ്ങളെ ഈ പദ്ധതി നേരിട്ട് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 400ഓളം കുടുംബങ്ങളുടെ വീടുകൾ തകർക്കപ്പെടുമെന്നും അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടുന്നു. അതിനാൽ തന്നെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി പ്രദേശത്തെ 9 ഗ്രാമങ്ങളിലെയും പഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റുമാരും സമരത്തിന് മുൻനിരയിലുണ്ട്. ഹിമാചൽ പ്രദേശ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വിരുദ്ധ സമിതികൾ എന്ന പേരിൽ പ്രാദേശികമായി ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റികളാണ് ഗ്രാമവാസികളെ ഏകോപിപ്പിക്കുന്നതും നിയമ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകുന്നതും. ഹിമാചൽ പ്രദേശിലെ വിവിധ കർഷക സംഘടനകളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ബാഗി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം പദ്ധതിക്കെതിരെ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ മണ്ണ് വിട്ടു നൽകില്ലെന്നും തലമുറകളായി കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകർക്ക് നഷ്ടപരിഹാരമായി സർക്കാർ നൽകുന്ന പണമല്ല, മറിച്ച് അവരുടെ പൈതൃകമായ മണ്ണാണ് വലുതെന്നും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. കൂടാതെ തങ്ങളുടെ ആരാധനാമൂർത്തികളായ 7 ദേവീക്ഷേത്രങ്ങളും പുരാതനമായ സാംസ്കാരിക ചിഹ്നങ്ങളും ഈ വികസനത്തിന്റെ പേരിൽ ബുൾഡോസ് ചെയ്യപ്പെടുമെന്നും അവർ ആശങ്കപ്പെടുന്നു. എന്നാൽ പ്രതിഷേധങ്ങളെ മറികടന്നും ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ. ഷിംല നഗരം നിലവിൽ താങ്ങാവുന്നതിലധികം ജനസംഖ്യയും നിർമ്മാണങ്ങളും കൊണ്ട് അപകടാവസ്ഥയിലാണെന്നും നഗരത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഈ ടൗൺഷിപ്പ് അനിവാര്യമാണെന്നുമാണ് സർക്കാരിന്റെ വാദം. നേരത്തെ കേന്ദ്ര ഫണ്ടിനായി കാത്തിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്വന്തം നിലയ്ക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ്. ഇതിനായി 1374 കോടി രൂപയുടെ പുതുക്കിയ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഭൂമി വിട്ടു നൽകുന്നവർക്ക് വിപണി വിലയേക്കാൾ ഉയർന്ന നഷ്ടപരിഹാരം നൽകുമെന്നും പുനരധിവാസ പാക്കേജുകൾ ഉണ്ടാകുമെന്നും സർക്കാർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ ഭൂമിയും ഒന്നിച്ച് ഏറ്റെടുക്കുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിർമ്മാണം തുടങ്ങാനാണ് ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെ തീരുമാനം.